ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്തത് ഒരു ഫാമിലി അത്രേ. നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം. കണ്ണുകളെ അടച്ച് നമുക്കൊന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. വചനത്തെ അനുഗ്രഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും. ഇന്ന് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 1 John chapter 2 verse hallelujah 15, 16, 17. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15, 16, 17 വാക്യങ്ങൾ. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. സൃഷ്ടിയെ അല്ല സ്നേഹിക്കേണ്ടത്, സൃഷ്ടാവിനെ സ്നേഹിക്കണം. ദൈവം സൃഷ്ടിച്ച ഒന്നിനെ നിങ്ങൾ സ്നേഹിക്കുകയല്ല വേണ്ടത്, ആദ്യം സൃഷ്ടാവിനെ സ്നേഹിക്കണം. ആ വാക്യത്തിലോട്ട് വരുമ്പം നിങ്ങൾക്ക് ഇച്ചിരൂടെ ഗൗരവമായ കാര്യങ്ങൾ മനസ്സിലാകും. ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിന് സ്തോത്രം. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമുണ്ട്. നമുക്ക് ഒരു കുഞ്ഞ് ലഭിച്ചാൽ ആ കുഞ്ഞിൽ നിന്ന് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? അല്ലേ? നിങ്ങളുടെ മക്കളെപ്പറ്റി നിങ്ങൾക്ക് പ്രതീക്ഷയില്ലേ? ഉണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി പ്രതീക്ഷയുണ്ട്. അതുപോലെ ദൈവത്തിന് ദൈവത്തിൻ്റെ മക്കളെപ്പറ്റി പ്രതീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവം അത് അനുവദിക്കത്തില്ല. അത് വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ട്. അതുകൊണ്ട് ബൈബിളിലെ തന്നിൽ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകത്തില്ലെന്ന് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്. ശ്രദ്ധിച്ചിട്ടെ. ആമീൻ. സ്നേഹിക്കാൻ 1000 കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ കർത്താവ് പറയാം, അതിനെ ഒന്നും നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾ എന്നെ മാത്രം സ്നേഹിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാൻ നിങ്ങളോട് പറയുക, കർത്താവിൻ്റെ സ്തോത്രം, പാപത്തെ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുത്. ആകെ സ്നേഹിക്കേണ്ടത് സർവശക്തനായ ക്രിസ്തുവിനെ അത്രേ. അവനെ സ്നേഹിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ കർത്താവിൻ്റെ സ്തോത്രം ആ 2-ാം അധ്യായം ഒന്ന് എടുത്തേ. 1 John chapter 2 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം നമുക്ക്. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ, ആരെങ്കിലും ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു.
അതിനർത്ഥം എന്താ? ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾ പറയാം, ബ്രദറെ എനിക്ക് കർത്താവിനെ ഭയങ്കര സ്നേഹം. അങ്ങനെ പറയണ്ട. വചനം പ്രമാണിക്കുന്നവൻ്റെ അകത്തെന്തുണ്ട്? കർത്താവിൻ്റെ സ്നേഹമുണ്ട്. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. നാം ലോകത്തിലിരിക്കുമ്പോഴും നമ്മുടെ വീട് ഇതല്ല, നമുക്കൊരു നിത്യഭവനമുണ്ട്. അത് സ്വർഗത്തിലത്രേ. ആ വെളിപ്പാട് ലഭിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിത്യഭവനത്തെക്കുറിച്ച് പല പഠിപ്പിക്കലുണ്ട്, ചില സഭക്കാർ പഠിപ്പിക്കാറുണ്ട്. ഇവിടെ നമുക്കൊന്നും ലഭിക്കത്തില്ല, നിത്യതയിലെ എല്ലാം ലഭിക്കത്തില്ല. നോ, അങ്ങനല്ല. ഇവിടെയും ദൈവം അനുഗ്രഹം തരും. അതിൻ്റെ 10 മടങ്ങാണ് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാനിവിടെ നിന്നുകൊണ്ടൊരു ദൈവിക വെളിപ്പാട് നിങ്ങളോട് പറയാം. ഇന്ന് പകൽ ദൈവത്തെക്കാൾ അധികം മറ്റെന്തിനേലും സ്നേഹിക്കുന്നെങ്കിൽ അതിനെ മറക്കാൻ ശ്രമിക്കുക. ദൈവത്തെ മാത്രം സ്നേഹിക്കുക. ബൈബിൾ പറയുന്നു, പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയോട് പറയുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും. ഒരു നല്ല ആമയും പറയണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇച്ചിരി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഒരുക്കാമെന്നല്ല, ഒരുക്കി വെച്ചേക്കുക. അത് ഒരു കണ്ണും കണ്ടിട്ടില്ലെന്ന്. ചിലർക്ക് ചോദിക്കും, ബ്രദറെ നീ എന്തിനെ ആരാധനയ്ക്ക് ഇങ്ങനെ തുള്ളിച്ചാടുന്നേ? ബ്രദറെ എനിക്ക് ഒരുക്കി വെച്ചേക്കുന്നേ ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഇപ്പോഴെനിക്ക് കടമുണ്ട്, ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി അതിന് 2 അർത്ഥം കൂടെ പൗലോസ് പറയുക. ഒന്നാമത്തെ അർത്ഥം പറയാം, നിത്യതയിൽ ഒരുക്കി വെച്ചത്. 2, ഭൂമിയിൽ ഒരുക്കി വെച്ചത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നിത്യതയിൽ മാത്രമല്ല, ചില അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലും നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. എനിക്കറിയത്തില്ല, ദൈവം ഒരുക്കിയ ചിലത് ഈ ദിവസങ്ങളിൽ നിന്റെ കൈകളിൽ തരട്ടെ. ദൈവം ഒരുക്കിയ ചിലതിനെ കൈനീട്ടി തൊടാൻ ഭാഗ്യം. എൻ്റെ ഫോണിൽ ഒരു കോള് വന്നു ചൊവ്വാഴ്ച. ഹല്ലേലൂയ. ഫോണിൽ കോള് വന്നത് ഒരു സ്ഥലത്തുനിന്ന് വിളിക്കുക, ബ്രദർ എൻ്റെ കുഞ്ഞിന്, ഹല്ലേലൂയ, ചില മാസങ്ങളായി കണ്ണിൻ്റെ കൃഷ്ണമണി അനങ്ങുന്നില്ല. 30 ദിവസം SUT കടന്നു, എല്ലാ മരുന്നും ഒഴിച്ചു. അവസാനം അവർ പറഞ്ഞു, നിന്റെ കൊച്ചിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇനി ഒരിക്കലും ചലിക്കത്തില്ല. നമ്മൾ ഇങ്ങോട്ട് നോക്കാൻ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി തിരിയുന്നതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആ കുഞ്ഞിന് കാണണമെങ്കിൽ അങ്ങനെ നിന്നാൽ പറ്റത്തില്ല. ഇങ്ങോട്ട് നോക്കണേ, കുഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. പ്രൈസ് ഗോഡ്. ഡോക്ടർ പറഞ്ഞു, അടുത്ത മണ്ടയിൽ ഒരവസാനത്തെ ഒരു മരുന്നൊഴിക്കാൻ പോവുക. ആ മരുന്നൊഴിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒന്നീ കാഴ്ച പൂർണ്ണമായിട്ട് പോകും, അല്ലെങ്കിൽ കൃഷ്ണമണിക്ക് ഒരു ചെറിയ അനക്കം കിട്ടും. അവരെന്നോട് കരഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, വൈദ്യന്മാരിൽ വൈദ്യൻ ഒരാൾ തിരുവല്ലായി വരുന്നുണ്ട്. നിങ്ങൾ വന്നാൽ ജീസസ് ആ ഡോക്ടറെ നമുക്കൊന്ന് കാണിക്കാം. ഹല്ലേലൂയ. അപ്പൊ എന്നോട് അവർ ചോദിച്ചു, ബ്രദറെ ആ ഡോക്ടർ ഉറപ്പായിട്ട് ചലിപ്പിക്കുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ച് ഒരു 10,000 പേരുടെ കാര്യത്തിൽ ആ ഡോക്ടർ ചലിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കർത്താവിന് സ്വതന്ത്രം, അവർ രാവിലെ കൗൺസിലിംഗ് റൂമിൽ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ കർത്താവിന് ഞങ്ങൾ വിളിച്ച് ആ കണ്ണനങ്ങാത്ത. ഞാൻ പറഞ്ഞു, അയ്യോ 11 മണിക്ക് ഡോക്ടർ പ്രാർത്ഥനയ്ക്കാണ് വരുന്നേ, മീറ്റിങ്ങിന് കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അകത്തു ദൈവാത്മാവ് പറഞ്ഞു, ടൈമായി, അവരെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നു. ഈ ചർച്ചിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ എഴുന്നേക്കാൻ പറഞ്ഞു. അയാളെ എവിടെ കൊണ്ടുവന്നു? അല്ല, മെമ്പർഷിപ്പ് ഉള്ളവരെ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറയും. ഹല്ലേലൂയ. എൻ്റെ പൊന്നു ബ്രദർ, രോഗസൗഖ്യം അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഇത് കർത്താവ് ചെയ്യുന്നതാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിനക്ക് അനുഭവം ഇല്ലാത്തത് നിനക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ. വിശ്വാസമുള്ളവൻ അനുഭവമുണ്ട്. ഇത്രയും ദൂരത്തിൽ വീഡിയോയുടെ ക്യാമറ കണ്ണിൻ്റെ ദൃഷ്ടികളിലേക്ക് കർത്താവിന് സ്തോത്രം ചേർത്ത് നിർത്തി. ഒരു സഹോദരനെ ഇത് നോക്കാനായിട്ട് നിർത്തി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ 2 കൈകൾ ആ കൺവിരലിൽ നേരെ ചൂണ്ടി, എനിക്കറിയാം എൻ്റെ കർത്താവ് ചലിപ്പിക്കുമെന്ന്. ആ കൈ എവിടോട്ട് കൊണ്ടുപോയോ അവിടെയെല്ലാം ആ കുഞ്ഞിൻ്റെ കൃഷ്ണമണി ഓടാൻ തുടങ്ങി. ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു, ബ്രദറെ എനിക്കൊന്ന് കാണണം. കൊച്ചിനെ പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അമ്മ ഇപ്പുറത്ത് മാറ്റി നിർത്തി. ജീസസ് കണ്ണിൻ്റെ കൃഷ്ണമണി ഓടിയപ്പോൾ, അയ്യോ യേശുവേ എന്ന് പറഞ്ഞ ആ സ്ത്രീ അലറി വീഴുക അവിടെ. ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് പറയുന്നേ? സ്തോത്രം. അവനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചേക്കുന്നത്, പ്രാർത്ഥിക്കുന്ന നിനക്ക് ഒരുക്കി വെച്ചേക്കുന്നത്, ഡെഡായതിനെ ചലിപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തി, ദുഷ്ടശക്തികളെ യെസ്. ഞാനൊരു ആത്മീക ദൂതനോട് പറയാം, ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ.
ഞാൻ ആ വാക്യത്തെ തൊട്ട് ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്, ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറയാം, ഒരു കണ്ണും കണ്ടിട്ടിരുന്നു. നീ ആരാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. ഒരാമീൻ പറഞ്ഞാട്ട്, ഒരാമീൻ പറഞ്ഞാട്ട്. നിങ്ങൾക്കറിയാമോ, ഒരു മുക്കുവ കൊച്ചനെ ദൈവം തെരഞ്ഞെടുത്തപ്പം അവൻ്റെ നിഴല് തട്ടുമ്പോൾ ക്യാൻസറുകൾ ഓടി മാറുമായിരുന്നു. അവൻ്റെ നിഴല് തട്ടുമ്പോൾ രോഗസൗഖ്യം വ്യാപരിക്കുമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിന് ആരെയും കയ്യിലെടുക്കാൻ പറ്റും. ദൈവത്തിന് ഏത് വ്യക്തിയെ ഉപയോഗിക്കാൻ പറ്റും. ഒരു ചോദ്യം, നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവിനെ ലവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കാൻ, ഒന്ന് നെഞ്ചത്തോട്ട് കൈവച്ച് ചോദിച്ചു, യഥാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചു. ഹല്ലേലൂയ. സത്യം നിൽക്കില്ല, ഒരു മിനിറ്റ് എൻ്റെ അടുക്ക വരാം. ഇപ്പം ഞങ്ങൾ ഇച്ചിരി നേരം ഭാര്യയും ഭർത്താവും ആവുകയാണേ. ഞാനൊരു ഭംഗിയുള്ള മൊബൈൽ, എൻ്റെ ഭാര്യയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിച്ചു. നിഖിലിൻ്റെ ഭാര്യയുടെ ഭയങ്കര സ്നേഹമല്ലേ? നിഖിലിൻ്റെ ഭാര്യയ്ക്ക് നിഖിൽ ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്താൽ, ഇവർക്ക് വേണ്ടി എന്തിനാ വാങ്ങിക്കുന്നതെന്നല്ലല്ലോ. സ്നേഹം ഉണ്ടെങ്കിൽ അത് നിഖിലിന് വാങ്ങിക്കുന്ന പോലെ ആണോ? ആ ഫീലിംഗ് ആണോ? നിങ്ങൾക്കുണ്ടോ ആ ഫീലിംഗ്? അങ്ങനെ എല്ലൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് മടുത്ത്. നല്ലൊരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഇതിനെക്കാട്ടും നല്ല ലോറിക്ക് തല വെക്കുന്നായിരുന്നു. അപ്പം നിഖിലിനോട് നിഖിലിൻ്റെ ഭാര്യയോട് നിഖിലിന് ഭയങ്കര സ്നേഹമായോണ്ട്, ഭാര്യയ്ക്ക് നിഖിലിനോടും ഭയങ്കര സ്നേഹമായോണ്ട്, നിഖിലിൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും പ്രഷ്യസായ ഒരു സാധനം വാങ്ങിച്ചാൽ അതിന് നിഖിലിന് വാങ്ങിക്കുന്ന ഫീലിംഗാണ് അല്ലേ? ഇതുപോലെ വേണം കർത്താവും നമുക്കും തമ്മിൽ സ്നേഹം. ഒരു ചോദ്യം ചെയ്യുക, എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യണം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്. ഞാൻ സ്നേഹിക്കുന്നവനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിലത് വിശ്വസിക്കാൻ പറ്റാത്ത ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ പൗലോസ് പറയുക, ഒരു കണ്ണ്. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ ഒരു കാര്യം പറയാം. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? കർത്താവ് നിനക്ക് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഞാനൊരു വിശ്വാസം കൂടെ പറയാം. ഒരുക്കി വെച്ചതൊക്കെ ഈ ദിവസങ്ങളിൽ നിന്റെ കൈകളിൽ ദൈവം തരും. ഓ ജീസസ്. ആ വലത് കൈ മുമ്പോട്ട് പിടിച്ചുകൊണ്ട് പറ, ഈ കൈകളിൽ ദൈവം ഒരുക്കിയതെല്ലാം കൊണ്ടു തരും ദൈവം. പ്രാർത്ഥിക്കുന്ന ചിലരുടെ കണ്ണിന് ദൈവിക നന്മ മറഞ്ഞിരിക്കുക. ഈ ദിവസങ്ങൾ ആ മറയെ പൊളിച്ചു മാറ്റി നിനക്ക് ചില നന്മയെ തൊടാനുള്ള ഭാഗ്യം, ചില നന്മയെ അനുഭവിക്കാനുള്ള ഭാഗ്യം എൻ്റെ കർത്താവ് എപ്പോഴും പറയേണ്ട ഒരു പദമാണ്, കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ ഒരു 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ, എൻ്റെ ബ്രദറെ ഭയങ്കര കടവാ, ടെൻഷൻ വേണ്ട, കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുക്കി വെച്ചതൊക്കെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം എന്താ പറയുക, ഞങ്ങൾ ഈ യേശുവിൻ്റെ വചനം എടുത്ത് പിന്നെ ഒത്തിരി പ്രാവശ്യം ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മാച്ചൻ ഗൾഫിലായതുകൊണ്ടൊന്നും പോയതല്ല, ഈ വചനം എടുത്തുകൊണ്ട് പോയതാണ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, പറയട്ടെ. ഫ്ലൈറ്റ് യാത്ര ചെയ്തവരോട് ചോദിക്കണം, ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ് ടൈം ആകുമ്പം അതിൻ്റെ ചിറകൊക്കെ താഴോട്ടിറങ്ങി അതിങ്ങനെ താഴേക്ക്, സ്തോത്രം, അല്ലെ ഇച്ചിരി നമ്മൾ നല്ല ഭാഷ പറയാം, വൃക്ഷത്തിൽ നിന്നൊക്കെ പക്ഷികൾ പറന്ന് താപ്പോട്ടിറങ്ങുമ്പം അതിൻ്റെ ചിറകിങ്ങനെ താഴോട്ട് പറന്നിറങ്ങുന്ന പോലെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം വെച്ച് അനുഗ്രഹത്തെ റിസീവ് ചെയ്യാൻ നിന്റെ അകത്തൊരു വലിയ ഒരുക്കം ആവശ്യം. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. നീ മുടിയാൻ പോകുമല്ല, നീ തകരാൻ പോകുമല്ല, നീ ശൂന്യമാക്കപ്പെടാൻ പോകുകയല്ല, മറിച്ച് ഇതാ ദൈവത്തിന്റെ ഒരു അത്ഭുതം നിന്റെ മേൽ വെളിപ്പെടുക. ഹല്ലേലൂയ. അതിനെല്ലാം വേണ്ടത് എന്ത് ചെയ്യണം? കർത്താവിനെ സ്നേഹിക്കണം. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പ്രയാസമോ. ലോകവും ലോകത്തിലുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? യാക്കോബ് പറയുന്നു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. നിങ്ങൾക്കറിയാം, ഈ പിശാച് പലരെയും വഞ്ചിക്കുന്നത് ലോകത്തിലുള്ളത് പലതും കാണിച്ചോണ്ടാണ്. എന്താണ് മിണ്ടുന്നില്ലല്ലോ? ഈവൻ ചില പ്രാർത്ഥനകൾ പോലും ലോകത്തിൽ ചിലത് കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലർ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിനക്ക് ലോകത്തിലല്ല ലഭിക്കേണ്ടത്, ദൈവത്തിൻ്റെ രാജ്യമായി ലഭിക്കേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യം ലഭിക്കുമ്പോൾ ലോകത്തിലുള്ളതിന് പ്രാർത്ഥിക്കേണ്ട, ലോകത്തിലുള്ള പുറകെ വന്നോളൂ.
എണ്ണം മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന സ്തോത്രം, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നീ അതിനെ പിന്തുടരും. നിന്റെ നോട്ടം എവിടെ ആയിരിക്കണം? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ. വാക്യം തെറ്റിയോ? നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 33 വാക്യം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ? അതോടുകൂടെ ഇതൊക്കെ ഏതാ? മേളത്തെ വാക്യത്തിലുണ്ട്. 25 വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ആഹാരത്തെക്കാൾ ജീവൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്തു തിന്നും എന്ത് കുടിക്കുമെന്നും. അതൊരു വലിയ സബ്ജക്റ്റ് തന്നെയാ. എന്ത് തിന്നും. ചിലർക്ക് ഇങ്ങനെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്നാ മിണ്ടുന്നില്ല. ക്രേത്തക്കാരെ കുറിച്ച് ബൈബിൾ പറയുന്നത് ക്രേത്തക്കാർ പെരുവയറന്മാരാന്ന. ക്രേത്തക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അമ്മമാർ പെരുവയറന്മാരാന്നാ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത്. മടിയന്മാരും പെരുവയറന്മാരും അങ്ങനെ. ബാക്കിയൊന്നും ഇപ്പം പിടിക്കുന്നില്ല. അപ്പം സ്തോത്രം പറയാം. അപ്പം എന്ത് കഴിക്കുമെന്നുള്ളത് പണ്ടൊക്കെ വലിയ വിഷയമായിരുന്നു. ഇപ്പോഴോ സ്തോത്രം ഇപ്പം ഏത് കഴിക്കുമെന്നാ വിഷയം. ചിലടത്തൊക്കെ ചെന്ന് ആഹാരത്തിൽ നിന്ന് അന്തം വിട്ടു. എൻ്റെ ദൈവമേ. പോട്ടെ, അടുത്ത കേട്ടെ. എന്ത് കഴിക്കും എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന്. ഈ പണ്ടൊക്കെ വരുമ്പോഴേ, ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴേ ഓടിച്ചെന്ന് ആദ്യം നോക്കുന്ന കാപ്പിപ്പൊടി ഉണ്ടോന്നാ, പിന്നെ നോക്കുന്നത് പഞ്ചാര ഉണ്ടോന്നാ. എന്തിനാ? കട്ടക്കാപ്പി കൊടുക്കാൻ. ഇപ്പോഴോ ഏത് കൊടുക്കുമെന്നാ. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ദുബായ് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു ബാബുച്ചാനും ഒരു മേഴ്സി മാമയും എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ബാബുച്ചാൻ ആ കാറേ വന്ന് എന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പം കാറേ ചെന്നിറങ്ങി വീട്ടിലോട്ട് കയറി. ഉടനെ ബാബുച്ചാൻ പറയാം, എൻ്റെ മേഴ്സി മോളെ പാസ്റ്റൊക്കെ കുടിക്കാൻ കൊടുത്താട്ടെ. മേഴ്സിക്ക് എൻ്റെ ബാബുച്ചായ 7 കൊടുക്കണോ പെപ്സി കൊടുക്കണോ? അപ്പോൾ പറഞ്ഞു, അല്ല മോളെ കോഫി എടുക്ക്, ചില ഹോർലിക്സ് കൂടെ ചേർത്തു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോളെ 7 എടുക്ക്, അച്ചായ ഹോർലിക്സ് എടുക്ക്, ഇത് പറയുമല്ലാതെ ഒരു വെള്ളം എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ എല്ലാം കൂടെ തന്നാ ബുദ്ധിമുട്ടാണ്, ഏതെങ്കിലും ഒന്ന് തന്നാൽ മതി. കാപ്പി എടുക്കാൻ പോയപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് പാഠമാണ്, ഇവരുമായിട്ട് ഒരു സ്നേഹബന്ധമില്ല, സംസാരം കേട്ടാൽ നമ്മൾ സ്വർഗം അവിടെ നിൽക്കുവാണ്. ഗ്ലോറി. ശരിക്കും പറയാം, ഞാൻ കാപ്പി കുടിച്ചു പ്രാർത്ഥിക്കാനിരുന്നു. ദൈവാത്മാ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കേണ്ട, ഇവർ 2 ബെഡ്റൂമിലാ താമസം, 2 ബാങ്കാ, 2 പാസ്ബുക്കാ, ഇവരുടെ പ്രാർത്ഥന വേണ്ടാന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ കൈ കൊടുത്തേച്ച് പറഞ്ഞു, എന്നാൽ അച്ചായ പൊക്കോട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാസ്റ്റർ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട് പ്രാർത്ഥിക്കാൻ കൊള്ളത്തില്ല. രണ്ട് രാമ്യം വരുന്നില്ല. അന്നത്തെ പ്രാർത്ഥനയിൽ അവർ മാനസാന്തരപ്പെട്ടു. അവർ 2 പേരും ഒന്നിച്ച് പാർക്കാൻ തീരുമാനിച്ചു. 2 പേരും നല്ല ക്വാളിഫൈഡ് ഡോക്ടേഴ്സാണ്. ഹല്ലേലൂയ. പക്ഷേ ഭർത്താവിൻ്റെ ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളം ഭാര്യയ്ക്കുണ്ട്. അതേ തുടങ്ങിയ വിഷയമാണ്. ശ്രദ്ധിച്ചു കേട്ടെ. തരുന്നേ കേട്ടാലോ, എൻ്റെ ബാവുച്ചായ, എൻ്റെ മേഴ്സി മോളെ, അതൊക്കെ ആരെങ്കിലും വരുമ്പോഴായി പ്രകടനം. പോട്ടെ, സാത്രം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. എന്ത് കഴിക്കും എന്ത് കുടിക്കും, പിന്നെ എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ഏതുടുക്കുമെന്നാ ഇല്ലയോ? ഇന്ന് തന്നെ എത്രാമത്തെ ചുരിദാറായിട്ടെ, എത്രാമത്തെ ഉടുപ്പാല കയറി പിടിച്ച് അത് കൊള്ളത്തിൽ നിന്ന് പിന്നെ മടക്കി മേളിലോട്ട് വെച്ച് അടുത്തെടുത്തില്ലേ. അടുത്ത വായിച്ച്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. പോട്ടെ, അതെല്ലാം വിടുക. എന്ന് പറഞ്ഞാൽ ആഹാരവും ശരീരവും കർത്താവിൻ്റെ സ്തോത്രം, വസ്ത്രവും ഒക്കെ കർത്താവ് പഠിപ്പിച്ചു പറയാം. നീ ആകാശത്തിലെ പറവയെ നോക്കടാ, വിതയ്ക്കുന്നില്ല, കാക്കയുടെ പേരിൽ എത്ര ഏക്കർ കണ്ടോ ഉണ്ടെന്നാ ചോദിച്ച മലയാളം. ക്രാക്കറാന്ന് നിന്റെ വീട്ടിൽ രാവിലെ വിളിച്ചു വരുന്ന കാക്കയുടെ പേരിൽ എത്ര ഏക്കർ കണ്ടോ ഉണ്ടെന്ന്, അവയെ പോറ്റുന്നില്ലയോന്ന്.
കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം അതത് സമയത്ത് എത്തിച്ചു കൊടുക്കുന്നവൻ. ഒരാമീൻ പറഞ്ഞാട്ട് താഴോട്ട് വന്നിട്ട് പറയാം, ഇതൊന്ന് ഓർത്ത് നീ ടെൻഷൻ എടുക്കണ്ട, എൻ്റെ രാജ്യം അന്വേഷിക്ക്, അതോടുകൂടെ ഇതെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് വരും. ഒരാമീൻ പറഞ്ഞാട്ട്. ചെല്ലു പറയാം, ബ്രദറെ ഞാനിന്ന് പ്രാർത്ഥനയ്ക്ക് വരുക, എൻ്റെ കടത്തിൻ്റെ ബന്ധനം ഒന്ന് പൊട്ടുകയല്ല കുഞ്ഞ്, സത്യ. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ പോകും. കർത്താവ് പറയാം, ഇവൻ്റെ ബന്ധനം പൊട്ടിച്ചിട്ടേ ഒഴിവാക്കിക്കാൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇങ്ങോട്ട് നോക്കി, ശ്രദ്ധിച്ച്, എന്നെ ശ്രദ്ധിച്ച്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഞാൻ പോകുമ്പോൾ അത് പുറകെ നമ്മൾ നേരെ തിരിച്ചാ ഇങ്ങോട്ട് പോരട്ടെ. അങ്ങനെയല്ല, ശ്രദ്ധിക്കണം. നീ ദൈവരാജ്യത്തിൻ്റെ പുറകെ പോകുമ്പോൾ നന്മ നിന്റെ പുറകെ വരും. നിഖില ഒരു മിനിറ്റ് വന്നേ, മനസ്സിലായില്ല? അങ്ങോട്ട് തിരിഞ്ഞു വന്നു. നിഖില് ദൈവരാജ്യത്തിൻ്റെ പുറകെ പോവാ, ഞാൻ നന്മയാ, ഞാൻ പുറകെ. നിഖിലെ ഒന്നും നില്ല നിഖിലെ, ഒന്നും നില്ല നിഖിലെ, നിഖില് നടക്കാം, ഒന്നും നില്ല നിഖിലെ, ഒന്നും നില്ല, ഞാനൊന്ന് നിറക്കട്ടെ നിന്നെ. ഇത് ആയുഷ്കാലമൊക്കെയും ഒരാമീൻ പറഞ്ഞാട്ട്. ഒരു നല്ല ആമി എന്നോട്, ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയാ, ചിലതൊക്കെ നിന്നെ പിന്തുടരട്ടെ. ഹല്ലേലൂയ. നിന്റെ കുലത്തിലും കുടുംബത്തിലും ആർക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ നിന്നെ പിന്തുടരട്ടെ. നിന്റെ കൂടാരത്തിന്റെ അവസ്ഥ മാറുന്ന അനുഗ്രഹങ്ങൾ നിന്നെ പിന്തുടരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ രാജ്യത്തെ മുറുകെ പിടിക്കുക. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അവന്റെ രാജ്യം. ഒന്ന് കൈ കൊടുത്ത് പറ, അവന്റെ രാജ്യം അന്വേഷിക്കാൻ പറ. നിനക്കൊരു 10 ലക്ഷം രൂപ കടം കയറ്റി ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊണ്ട് കയറ്റിയേ, സത്യം. അത് വീട്ടാൻ കർത്താവിൻ്റെ ധാരാളം ഉണ്ട്. ഒരാമി നിനക്കൊരു രോഗം വരുത്തി ഇവിടെ കൊണ്ട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. നിന്നെ സൗഖ്യമാക്കാൻ കർത്താവ് തരാം. നിന്നെ ഇവിടെ കൊണ്ട് കയറ്റിയത് എന്തിനാ? അവൻ്റെ രാജ്യത്തിലോട്ട് നീ ആകണം. ഒരാമയും പറഞ്ഞാട്ട്. ഞാൻ ഇവിടെ നിന്നോട് ആത്മീക ദൂതോട് നിന്നോട് പറയാം, നിനക്ക് വേണ്ടി ഒരുക്കിയതെല്ലാം ദൈവം വെളിപ്പെടുത്തി തരട്ടെ. 2016 ഒരുക്കിയ അനുഗ്രഹങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് വന്നിറങ്ങട്ടെ. ജീസസ്. ഇവര് ഒരു ഫാമിലിയാണ്. ഇവർ പറയുന്ന സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ വീട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കോട്ടയം ജില്ലയിൽ ജില്ലാ കോടതിയിൽ ജോലിയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 5ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യം ഞങ്ങൾക്കൊരു 1.5 വർഷത്തോളം കുട്ടികളില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി ഞങ്ങൾക്ക് വൈഫ് പ്രഗ്നൻ്റായി. ഇരട്ട കുട്ടികളായിരുന്നു. ഒരു 5.5 മാസം ആയപ്പോൾ അത് അബോർഷനായിപ്പോയി. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റും കാര്യത്തിലൊക്കെ ആയിരുന്നു. ഒരു 5-6 മാസത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതും ഒരു 6 മാസമായപ്പോൾ വീണ്ടും അബോർഷനായിപ്പോയി. അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നപ്പോഴാണ് ഞങ്ങൾ 2014 സെപ്റ്റംബർ മാസം KPS മേനോൻ ഹാളിൽ ബ്രദറിൻ്റെ അടുക്കെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാൻ ഒരു 5 വർഷമായിട്ട് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വൈഫ്, ഞാൻ എല്ലാ വീക്കെൻഡിലും വീട്ടിൽ പോകുന്നതുകൊണ്ട് വൈഫൊക്കെ നാട്ടിലായിരുന്നു. അപ്പോഴവൾക്ക് വീട്ടിൽ നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴവളും ബ്രദറിൻ്റെ പ്രാർത്ഥന TV കാണുമായിരുന്നു. അപ്പോൾ നേരിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വീടെല്ലാം വാടകയ്ക്കെടുത്തു. വൈഫിനെ അവിടെ കൊണ്ടുപോയി. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. ആദ്യ ദിവസം തന്നെ സ്റ്റേജിൽ ചെന്ന് ബ്രദറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബ്രദർ ഞങ്ങൾക്ക് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് പഞ്ചസാര എല്ലാം തന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വൈഫിന് വിശേഷമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയി തിരിച്ച് വന്ന് ഞങ്ങൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ വൈഫ് പ്രഗ്നൻ്റാണ്. ജസ്റ്റ് 1 മാസം എപ്പോഴായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് യാത്രയൊന്നും പാടില്ല, നല്ല ബെഡ് റെസ്റ്റ് തന്നെയായിരിക്കണം, ഒത്തിരി നേരം ഇരിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അപ്പോഴേക്കും തിരുവനന്തപുരത്ത് പോയിട്ട് വന്നിട്ട് ഒരാഴ്ച ആവുന്നുണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ഞങ്ങൾ യാത്ര ചെയ്തു, ദൈവം കാത്തു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞും ഡോക്ടർ ഒത്തിരി ഇരിക്കരുതെന്നെല്ലാം പറഞ്ഞെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾ KPS മേനോൻ ഹാളിൽ പോകുമായിരുന്നു. 10 മണി തൊട്ട് 1 മണി വരെയും 1:30-2 മണി വരെയും ഞങ്ങൾ പ്രയറിൽ പങ്കെടുക്കുമായിരുന്നു. 3 മാസം കഴിഞ്ഞ് യാത്ര ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് 3 മാസവും ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. എല്ലാ ആഴ്ചയും 2 ദിവസം ഞങ്ങൾ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ 5-5.5 മാസം ആയപ്പോഴാണ് 2 പ്രാവശ്യവും വൈഫിന് അബോർഷനായത്. അതുപോലെ 5.5 മാസമൊക്കെ ആയപ്പോൾ വീണ്ടും ഇതുപോലെ രാത്രി 1 മണിക്ക് പെയിൻ വന്നു. ഞങ്ങൾ രാത്രി 1:30-ക്ക് ബ്രദറിനെ വിളിച്ചു. ബ്രദർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അറിയത്തില്ല. 1 വർഷത്തോളം ആവും. ആ 1:30 മണിക്ക് ഞങ്ങൾക്ക് ഫോൺ എടുത്തു.
ഞങ്ങൾക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഞങ്ങളുടെ മോനിപ്പോൾ 7 മാസം പ്രായമായി. 6 മാസമായപ്പോൾ തൊട്ട് ഞങ്ങൾ വരാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാനും വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ജീസസ്, നോക്കിക്കേ, ദൈവം ഈ കുടുംബത്തിന് വേണ്ടി എത്ര വലിയ കാര്യമാണ് ചെയ്തത്. ഈ കുഞ്ഞ് ട്രീറ്റ്മെൻറ്റാലുണ്ടായ കുഞ്ഞല്ല. ജീസസ്, ദൈവം ഇവരെൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളൊരു ഡപ്പയ്ക്കകത്തൊരു 10 സ്പൂൺ പഞ്ചസാര കൊണ്ടുവരണം. ഇവരെന്നോട് അന്ന് ഇവർ ഒത്തിരി നെഗറ്റീവിൽ നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ കാരണം ഇവർക്കുണ്ടായ അനുഭവങ്ങൾ കൊണ്ടാണ്. രണ്ടുപേരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാവിലെ ഒരു നുള്ളു പഞ്ചസാര നാക്കിലിട്ട് യേശുവെ എന്ന് പറഞ്ഞ് അലിച്ചിറക്കണം. അപ്പോൾ യേശു നിങ്ങളെ വിടുവിക്കും. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ TV സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ, രോഗത്തിൻ്റെ ബാധകൾ, അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, രോഗികളെ നിൻ്റെ കൈ തൊടണം, ശാപങ്ങളെ അഴിക്കണം, പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം KP മേനോൻ ഹാളിൽ വരിക. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 2 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 9 വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.